4 വൈദ്യന്മാർ. നമ്മുടെ ശരീരം വളരെ വിലപ്പെട്ടതാണ്. അത് വളരെ പവിത്രമായി നാം കാത്തുസൂക്ഷിക്കണം. ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള ഒരു മനസ്സ് കുടികൊള്ളുകയുള്ളൂ എന്ന് സ്വാമി വിവേകാനന്ദൻ വളരെ കാലം മുമ്പ് തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പണ്ട് ജീവതൻ എന്നു പേരായ മിടുമിടുക്കനായ ഒരു ശില്പി ഉണ്ടായിരുന്നു. ജീവതന്റെ പണിശാലയിൽ ശില്പവിദ്യ പഠിക്കാനായി 3 ശിഷ്യന്മാർ വന്നു ചേർന്നു. ഗുരു അവരോട് പറഞ്ഞു, ശിഷ്യരെ, കളിമണ്ണും വെള്ളവും തീയുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ശില്പമുണ്ടാക്കാം. നിങ്ങൾ വേഗം പോയി ഓരോ ശില്പമുണ്ടാക്കിക്കൊണ്ടുവരൂ. 1-ാമത്തെ ശിഷ്യൻ മണ്ണും തീയും വെള്ളത്തിൽ ലയിപ്പിക്കാൻ നോക്കി. വെള്ളത്തിൽ തൊട്ടതോടെ തീ അണഞ്ഞുപോയി. മണ്ണാണെങ്കിൽ വെള്ളത്തിൽ കലങ്ങുകയും ചെയ്തു. 2-ാമത്തെ ശിഷ്യൻ ഒരു ചട്ടിയിൽ വെള്ളമെടുത്ത് അതിൽ കളിമണ്ണ് കലക്കി, എന്നിട്ട് അടിയിൽ തീവച്ച് ചൂടാക്കി. എന്തു ഫലം? വെള്ളം വറ്റി അവസാനം കളിമണ്ണ് മാത്രം ചട്ടിയിൽ ശേഷിച്ചു. 3-ാമത്തെ ശിഷ്യൻ കളിമണ്ണിൽ ആവശ്യത്തിന് വെള്ളം തളിച്ച് വേണ്ടവണ്ണം കുഴച്ച് നല്ലൊരു ശില്പമുണ്ടാക്കി. അതയാൾ തീയിൽ വെച്ച് ചുട്ടെടുത്തു. ബലേബേഷ്! എവിടെ വീണാലും ഉടഞ്ഞു പോകാത്ത ഒരു കളിമൺ ശില്പമായി അത് രൂപാന്തരപ്പെട്ടു. ഇത് കണ്ടപ്പോൾ ജീവതൻ ശിഷ്യന്മാരോട് പറഞ്ഞു, കണ്ടോ, വേണ്ടത് വേണ്ട പോലെ ചേർന്നപ്പോൾ നല്ല കെട്ടുറപ്പുള്ള ഒരു ശില്പമുണ്ടായി. ഈ തത്വമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ജീവതൻ പറഞ്ഞതുപോലെ നമുക്ക് വീടോ പ്രതിമയോ ഏതെങ്കിലും ഒരു യന്ത്രമോ ഉണ്ടാക്കാൻ വിഷമമില്ല. പക്ഷേ മനുഷ്യ ശരീരമോ? അതങ്ങനെ കൃത്രിമമായി ആർക്കും ഉണ്ടാക്കാൻ കഴിയുന്നതല്ല. അതൊരു മഹോന്നത സൃഷ്ടിയാണ്. ഉത്തർപ്രദേശിലെ ഒരു നാട്ടിൻ പുറത്ത് പേരുകേട്ട ഒരു ഗ്രാമവൈദ്യനുണ്ടായിരുന്നു. ഹക്കീം സാഹിബ് എന്നാണ് ആദരപൂർവ്വം എല്ലാവരും അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ഗ്രാമത്തിൽ ആർക്കെങ്കിലും ഒരു രോഗം വന്നാൽ പിന്നെ ഹക്കീം സാഹിബിന് വിശ്രമമില്ല. അവരുടെ രോഗം മാറുന്നതുവരെ അദ്ദേഹം ഊണും ഉറക്കവുമില്ലാതെ ശുശ്രൂഷിക്കും. യാതൊരു പ്രതിഫലവും അതിന് അദ്ദേഹം വാങ്ങിയിരുന്നുമില്ല. തികച്ചും നിസ്വാർത്ഥ സേവകൻ. വളരെ കാലം ഗ്രാമീണരെ ശുശ്രൂഷിച്ചും സ്നേഹിച്ചും ഹക്കീം സാഹിബ് വൃദ്ധനായി, തീരെ അവശനായി. 100-ാമത് പിറന്നാളെത്തിയപ്പോൾ അദ്ദേഹം ഗ്രാമീണരെയെല്ലാം തൻ്റെ ഭവനത്തിൽ വിളിച്ചുകൂട്ടി. അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, എനിക്കിന്ന് 100 വയസ്സ് തികയുകയാണ്. ഇത്രയും കാലം നിങ്ങൾക്ക് സേവനം ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. എങ്കിലും ഇപ്പോൾ ഞാൻ തീരെ അവശനായിരിക്കുന്നു. അധികം വൈകാതെ ഞാൻ നിങ്ങളിൽ നിന്ന് വേർപെട്ടു പോയെന്ന് വരും. ഇത് കേട്ടതോടെ അവിടെ കൂടി നിന്ന ഗ്രാമവാസികൾ ഒന്നടങ്കം പൊട്ടിക്കരഞ്ഞു. അയ്യോ, അങ്ങ് പോയാൽ പിന്നെ ഞങ്ങളുടെ രോഗം മാറ്റാൻ ഇനി ആരുണ്ടാകും? അവർ ഒരേ സ്വരത്തിൽ ചോദിച്ചു. അക്കാര്യത്തിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. ഞാൻ നിങ്ങൾക്ക് 4 വൈദ്യന്മാരെ പരിചയപ്പെടുത്തി തരാം. അവർ നിങ്ങളെ രക്ഷിക്കും. ഹക്കീം സാഹിബ് മന്ദസ്മിതത്തോടെ അറിയിച്ചു. നന്നായി. അവർ ആരൊക്കെയാണ്? ആളുകൾ ആകാംക്ഷയോടെ ചോദിച്ചു. രാവിലെയുള്ള വ്യായാമമാണ് 1-ാമൻ. 2-ാമൻ്റെ പേര് ദന്തശുദ്ധി എന്നാണ്. നിത്യവും മുടങ്ങാതെ എല്ലാവരും ദന്തശുദ്ധി വരുത്തുക. ദിവസേനയുള്ള കുളിയാണ് 3-ാമൻ. 4-ാമൻ ആരാണെന്നോ? ആവശ്യത്തിനുള്ള ഭക്ഷണം. അധിക ഭക്ഷണം ഒരിക്കലും പാടില്ല. ഈ 4 പേരും കൂടെയുണ്ടെങ്കിൽ ഒരു രോഗവും നിങ്ങളെ പിടികൂടില്ല. ഹക്കീം സാഹിബ് ഉപദേശിച്ചു. താമസിയാതെ അദ്ദേഹം മരിച്ചു. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഉപദേശമനുസരിച്ച് ഗ്രാമവാസികൾ ജീവിച്ചു. 4 കാര്യങ്ങളും അവർ കൃത്യമായി പാലിച്ചു. പിന്നെ ഒരു രോഗവും അവരെ ശല്യപ്പെടുത്തിയില്ല. ഇതുപോലുള്ള നല്ല ആരോഗ്യശീലങ്ങൾ പാലിച്ചാൽ നമുക്കും രോഗങ്ങളെ പേടിക്കേണ്ടി വരില്ല.